വസന്തം മനസ്സിൽ ഉണരും, 1000 വസന്തം മനസ്സിൽ ഉണരും. യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ 1000 താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. 1000 വസന്തം മനസ്സിൽ ഉണരും, 1000 വസന്തം മനസ്സിൽ ഉണരും. മുഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിൻ ദുഃഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല, ആനന്ദം നേടാതടങ്ങുകില്ല. 1000 വസന്തം മനസ്സിൽ ഉണരും, 1000 വസന്തം മനസ്സിൽ ഉണരും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം ഉത്തമഗീതം, അതിൽ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കാം. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി. ഞാൻ എൻ്റെ തേൻകെട്ട തേനോടുകൂടെ തിന്നും, എൻ്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചുമിരിക്കുന്നു. സ്നേഹിതന്മാരെ തിന്നുവീൻ, പ്രിയരെ കുടിച്ചു മത്തരാകുവീൻ. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം. എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക. എൻ്റെ ശിരസ്സ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നതെങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നതെങ്ങനെ? എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി, എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എൻ്റെ പ്രിയനെ തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ കൈ മൂറും എൻ്റെ വിരൽ മൂറിൻ തൈലവും തഴുതുപടികളിന്മേൽ പൊഴിച്ചു. ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി തുറന്നു, എൻ്റെ പ്രിയനോ പോയിക്കളഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം. കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ്റെ ഹൃദയവാതിക്കൽ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ പ്രിയപ്പെട്ട സഭയെ നാം ഓരോരുത്തരും, നമ്മെ ശത്രുവിൻ്റെ കാരാഗ്രഹത്തിൽ വിടുവിക്കുവാൻ യേശുക്രിസ്തു വന്ന് വാതിക്കൽ മുട്ടുകയാണ്. അനേകം ജയിലുകളിൽ കിടന്ന് മനുഷ്യനെ പിശാച് പൂട്ടിയിട്ട് ഉദരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മെ ഓരോരുത്തരും. മനസ്സിലാക്കൂ, നാം ജയിലറയിലാണ്. സാത്താൻ്റെ തടവുപുള്ളികളാണ്. സാത്താൻ നാം ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പുള്ള കാലത്ത് തന്നെ, ശിശുവായി പിറന്ന കാലത്ത് തന്നെ, നാം ഇടയനോട് വാസ്തവമായി വാക്ക് പറഞ്ഞു. കർത്താവായ യേശുവിനോട് വാസ്തവമായി വാക്ക് പറഞ്ഞിരുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു. ജീവനെ കൊടുത്തു പോലും ആടുകളെ സ്നേഹിക്കുന്ന നല്ല ഇടയനാണ്. കർത്താവായ യേശുവിനോട് നാം വാക്ക് പറഞ്ഞു, മരണത്തോളം ഞാൻ നിൻ്റെ വക എന്ന്. ഞാൻ യേശുവിൻ്റെ വകയെന്ന് നാം പറഞ്ഞു. മാമോദിസാനത്തെ പറഞ്ഞതുപോലും പലരും മറന്നുപോയി. എന്താ പറഞ്ഞതെന്ന് അറിയാൻ പാടില്ല. മാമോദിസായിൽ നാം ഓരോരുത്തരും
സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയായിരുന്നു. ഒരു ശിശു ജനിക്കുകയായിരുന്നു, വീണ്ടും ജന്മം, പുതിയ ജന്മം ലഭിക്കുകയായിരുന്നു. ശാരീരികമായി ജനിച്ച കുഞ്ഞ് ആത്മീയമായി ജനിക്കുകയായിരുന്നു. അങ്ങനെ നാം ഓരോരുത്തരും യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി കൈക്കൊള്ളുകയായിരുന്നു. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി കൈക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറ്റിയ അബദ്ധം, നാം പൈശാചികന് ഇടം കൊടുത്തുപോയി. സാത്താൻ നമ്മെ കീഴടക്കി കളഞ്ഞു, അവൻ്റെ ജയിലിലേക്ക് കൊണ്ടുപോയി. സാത്താൻ്റെ ജയിലിലാണ് എല്ലാവരും, മനുഷ്യരെല്ലാം സാത്താൻ്റെ ജയിൽ പുള്ളികളാണ്. ഭയങ്കരമായ കോപം, പൊട്ടിത്തെറിക്കുന്ന കോപം, ഗർജിക്കുന്ന സ്വഭാവം, കോപിച്ച് വിറയുന്ന സ്വഭാവം, കുടുംബം കലങ്ങുന്നു, ഭാര്യാഭർത്തൃബന്ധം ഉലയുന്നു, മക്കൾ നാനാവിധമായി പോകുന്നു. കോപം എന്ന് പറഞ്ഞൊരു ഭീകര പിശാച്. കോപത്തിൻ്റെ പിന്നിൽ ദുരാത്മാക്കളുണ്ട്. മനുഷ്യൻ കോപിക്കുമ്പോൾ അവനൊന്നും അറിയുന്നില്ല. ദുരാത്മാക്കളാണ് കോപിപ്പിക്കുന്നത്, പിശാചാണ് കോപിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കാമാസക്തി, ജഡമോഹത്തിൻ്റെ ആസക്തി, വ്യഭിചാരാസക്തി, അശുദ്ധിയാസക്തി, പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും ഉണ്ടാകുന്ന ആ ജഡീക സ്നേഹത്തിൻ്റെ ആസക്തി, അതിൽ കൂടി പിശാച് അനേകരെ കെട്ടിയിടുന്നു. ബാല്യം മുതൽ തന്നെ ഇത് തുടങ്ങും. ബാല്യം മുതൽ ഈ സെക്സിൻ്റെ അട്രാക്ഷൻ, ലൈംഗികത്വത്തിൻ്റെ ആകർഷണം ഓരോ മനുഷ്യൻ്റെയും പിന്നാലുണ്ട്. അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മനുഷ്യ ശരീരത്തിലുള്ളതായ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതായ നല്ല ഗുണങ്ങൾ വരാവുന്നതായ ആ ഭാഗത്തെ പിശാച് കൈക്കലാക്കി അത് തിന്മയിലേക്ക് നയിക്കുന്നു. അതാണ് ഈ സെക്ഷുവൽ ഡിസയേഴ്സ് എന്നൊക്കെ പറയുന്നത്, ലൈംഗികമായ ആഗ്രഹങ്ങൾ. സെക്സിൻ്റെ അതിപ്രസരം കൊണ്ട് അനേകർ നരകദുരിതം അനുഭവിക്കുന്നവരുണ്ട്. സെക്സിൻ്റെ ആധിക്യം കൊണ്ടും ലൈംഗികതയുടെ മോഹാവേശം കൊണ്ടും ജീവിതം താറുമാറായിപ്പോയി അനേകരുണ്ട്. അത് ചെറിയ ആളുകൾ മാത്രമല്ല, വലിയ വലിയ ചക്രവർത്തിമാർ വരെ സെക്സിൻ്റെ അടിമകളായിപ്പോയി. അതുകൊണ്ട് അവരുടെ ജീവിതം തകർന്നുപോയി. സെക്സിൻ്റെ അടിമത്വം ഇന്ന് അനേകം യുവതി യുവാക്കളെ ചതിക്കുന്നൊരു ഭീകര കാര്യമാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. ബാല്യത്തിൽ തന്നെ ഏതാണ്ട് തുടങ്ങും. കൗമാരപ്രായത്തിലേക്കാകുമ്പോൾ പയ്യെ വികസിച്ച് വരും. ഒരു യൗവനത്തിൻ്റെ ആരംഭമാകുമ്പോഴേക്കും എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ച് തിന്മയിലേക്ക്, അശുദ്ധിയിലേക്ക് മനുഷ്യൻ ചാഞ്ചാഞ്ഞു പോകും. അപ്പോൾ ഇത് ഒരു പൈശാചികന് കണിയാണ്. എന്നെ അതിന് കിട്ടുകയില്ല, യഥാർത്ഥ കാര്യത്തിന് എന്നെ കിട്ടുകയില്ല എന്നുള്ള ദൃഢമായ പ്രതിജ്ഞ നമുക്ക് എടുക്കാൻ സാധിക്കണമെങ്കിൽ, എന്നെ നാരകത്തിൻ ചുവട്ടിൽ വെച്ച് എൻ്റെ അമ്മേനെ പ്രസവിച്ച് എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ എന്നെ കാത്ത് എന്നെ രക്ഷിച്ചതിനെ ഇത്രത്തോളം നടത്തിയ എന്നെ കാത്തു പരിപാലിച്ച നല്ല ഇടയിലുള്ളതായ സ്നേഹം നമുക്ക് വരണം. കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നെ വീണ്ടെടുത്തത്. യേശു ക്രിസ്തു സ്നേഹമാണ് എന്നെ വീണ്ടെടുത്തത്. ക്രിസ്തു എന്നെ വീണ്ടെടുത്തത് എന്നെ തന്നെ മണവാട്ടിയാക്കിയത് എൻ്റെ സ്വർഗീയ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോകാനാണ്, തോട്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ്. സ്വർഗീയ തോട്ടം, സ്വർഗീയ ഉദ്യാനം. എന്നെ കർത്താവായ യേശു ക്രിസ്തു അന്ന് അവിടെ നിന്ന് രക്ഷിച്ചത് നാശയോഗ്യമായ ലോകത്തിൻ്റെ പാതകളിൽ നിന്ന് വിടുവിച്ച് സ്വർഗീയ ഉന്നതങ്ങളിലേക്ക് എന്നെ കയറ്റിക്കൊണ്ടുപോകാനാണ്. സ്വർഗീയമായ പരമാവകാശം എനിക്ക് തരുന്നതിന് വേണ്ടിയാണ്. ആ മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു എന്നെ വീണ്ടെടുത്തു, എന്നെ രക്ഷിച്ചു. മരിച്ചു പോകേണ്ടതായിരുന്നു, തീർന്നു പോകേണ്ടതായിരുന്നു, എന്നേക്കുമായി നശിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു നമ്മെ നമ്മുടെ ശിശുപ്രായത്തിൽ തന്നെ നമ്മെ വീണ്ടെടുത്തു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഓരോ കുഞ്ഞും പാവിയാണ്, പാവമുള്ളവനാണ്, പാവമുള്ളവളാണ്. പാവം ചെയ്തിട്ടല്ല പാവമുള്ളത്, ജന്മനാ തന്നെ പാവിയാണ്. ഓരോ മനുഷ്യനും പാവമുള്ളവനാണ്. പാവിയായ മനുഷ്യനെ വീണ്ടെടുക്കാൻ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ജീവൻ വെടിഞ്ഞു. നമുക്ക് ജീവൻ തരാൻ യേശു തൻ്റെ സ്വന്തം ജീവൻ വെടിഞ്ഞു. അത്രയും നമ്മെ സ്നേഹിച്ച ക്രിസ്തുവിനുള്ളതായി നന്ദി കൊണ്ട്, സ്നേഹം കൊണ്ട് നിറഞ്ഞ് നാം ക്രിസ്തുവിനെ ആരാധിക്കുകയും ക്രിസ്തുവിൻ്റെ സ്വന്തം മണവാട്ടിയായി നാം തീരുകയും ചെയ്യേണ്ടതാണ്. ക്രിസ്തുവിനോട് ചെയ്ത ഉടമ്പടി നാം പാലിക്കേണ്ടതാണ്. ഇന്ന് ക്രൈസ്തവ സഭകൾക്കെല്ലാം, വ്യക്തികൾക്കും എല്ലാം സംഭവിച്ചിരിക്കുന്ന കുഴപ്പം, കാര്യങ്ങൾ അറിയാൻ പക്ഷേ അനുഭവിക്കുന്നില്ല. നമ്മുടെ വിശുദ്ധ കൂദാശകളും പ്രാർത്ഥനകളെല്ലാം വളരെ വിലപ്പെട്ടത് തന്നെയാണ്, സംശയമില്ല. നിങ്ങൾ ഒരു മാമോദിസായിൽ നിങ്ങൾ സംബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഈ കുഞ്ഞിനെ സ്നാനപ്പെടുത്തുന്ന സമയത്ത് പട്ടക്കാരൻ ആ കുഞ്ഞിൻ്റെ മേൽ ഊതുന്നുണ്ട്, 3 പ്രാവശ്യം ഊതുന്നുണ്ട്. വെറുതെ ചുമ്മാ ഊതുന്നതല്ല, അതെല്ലാം സിംബോളിക്കാണ്, എല്ലാം പ്രതീകാത്മകമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദുഷ്ടനായ പൈശാചികനെ നീ കുഞ്ഞിനെ വിട്ടുപോകാതെ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നു. ശാസിക്കുകയാണ്, പിശാചിനെ ശാസിക്കുകയാണ്. ഈ ശിശു ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയാകുന്നു. പട്ടക്കാരൻ ശാസിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അധികാരസ്ഥനായ പട്ടക്കാരൻ ആ പൈശാചിനെ ശാസിക്കുകയാണ്, തർജ്ജന ചെയ്ത് അയക്കുകയാണ്, പുറത്താക്കുകയാണ്, ശപിച്ച് മാറ്റുകയാണ്.
ദുഷ്ടനായ പിശാചേ, ഞാൻ നിന്നെ ശപിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ ശപിക്കുന്നു. നീ ഈ ദൈവസൃഷ്ടിയെ നീ തുടരുത്, ഈ ദൈവസൃഷ്ടിയെ നീ വിട്ടുപോക, ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ ഈ ശിശുവിനെ നീ തൊട്ടുപോകരുത്, നീ ഇറങ്ങിപ്പോക, മത്സരിച്ച് നിൽക്കരുത്, ഇറങ്ങിപ്പോക. ശാസിക്കുന്നുണ്ട്. തലതൊടുമ്പോൾ ചിന്തിക്കേണ്ട വലിയ ഗൗരവമുള്ള കാര്യമുണ്ട്. ശിശുവിന് വേണ്ടി മധ്യസ്ഥ വഹിച്ച ശിശുവിൻ്റെ മരണത്തോളം, അല്ലെങ്കിൽ ഈ തലതൊട്ടയാളുടെ മരണത്തോളം ആ ശിശുവിന് വേണ്ടി ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. ദൈവത്തിന് തലതൊടുക എന്ന് പറയുന്നത് ഒരു കളിയൊന്നുമല്ല. ഇതെല്ലാം ഇന്നൊരു ചടങ്ങായി പോയില്ലേ, എല്ലാം ചടങ്ങുകൾക്ക് ജീവൻ തരാനാണ് കർത്താവ് നമുക്ക് വചനം തരുന്നത്. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ചടങ്ങുകളും അത് ജീവൻ പ്രാപിച്ചു വരുമ്പോഴാണ് നമുക്കത് പ്രയോജനപ്രദമായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവായ യേശുവിൻ്റെ മണവാട്ടിയായി തീരുവാൻ നാം ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, നാം ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമ്മെ തടഞ്ഞ് ശലോമൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പൈശാചികൻ നിൽക്കുന്നു, അവൻ്റെ കാരാഗ്രഹത്തിലാക്കിയിരിക്കുന്നു, അവൻ്റെ ജയിലിനകത്താക്കിയിരിക്കുന്നു. അനേകർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, സാത്താനേകരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ കൊട്ടാരത്തിലിട്ട് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിൽ ചുറ്റുനിന്ന ഈ യെരൂശലേംപുത്രിമാർ പാട്ടുപാടി പ്രോത്സാഹിപ്പിച്ച് തിന്മയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താനിലേക്ക് മനുഷ്യരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകർഷിക്കുന്നതായ പടങ്ങൾ, ഇന്ന് സിനിമയിൽ വരുന്നതായ അനേകം പടങ്ങൾ പിശാചിൻ്റെ കെണികളാണ്. ബ്ലൂ ഫിലിംസ് എന്നൊക്കെ പറയുന്നതായ ചീത്ത പടങ്ങൾ, അതെല്ലാം സാത്താൻ്റെ കെണികളാണ്. ടാറ്റു എന്നൊക്കെ പറയുന്ന ചില ഇതൊക്കെ ഉണ്ടല്ലോ, അതും സാത്താൻ്റെ കെണിയാണ്. ഈ കയ്യിലൊക്കെ എല്ലാം പച്ച കുത്തുക തുടങ്ങിയുള്ളതായ പരിപാടി ഉണ്ടല്ലോ, അതും പിശാചിൻ്റെ കെണിയാണ്, സാത്താൻ്റെ കെണിയാണ്. പ്രിയപ്പെട്ടവരെ, അനേകം കൂട്ടായ്മകൾ പോലും സാത്താൻ്റെ കെണിയിൽപ്പെട്ടിരിക്കുന്നു. അനേകം സുവിശേഷകന്മാർ പോലും സാത്താൻ്റെ കെണിയിൽപ്പെട്ടിരിക്കുന്നു. സുവിശേഷകന്മാരാണ്, വേദപുസ്തക വാക്യം വായിച്ചാൽ പറയുന്നത്. പക്ഷേ സാത്താൻ്റെ കെണിയിലാണ്. സാത്താൻ വേദം ഓതുന്നു, പിശാചും വേദം ഓതും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ? ഇന്ന് സത്യസുവിശേഷത്തിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇന്നൊരു ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ചാടിക്കുക, ഓടിക്കുക, വലിയ അത്ഭുതം നടത്തുക എന്നൊക്കെ പറയുന്നു. എല്ലാം ഒരു ഫാഴ്സാണ്, ഒരു പ്രഹസനമാണ്. ഇതൊന്നും ആരും അറിയുന്നില്ല. സാക്ഷാൽ സുവിശേഷം എന്താണ്? സാക്ഷാൽ സുവിശേഷം പാപിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷകനായ ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി ക്രൂശിൽ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം നൽകുന്നതാണ് സുവിശേഷം. യേശുക്രിസ്തു ജീവിക്കുന്നു, യേശുക്രിസ്തു ഭാവിക്ക് വേണ്ടി ജീവൻ അടിഞ്ഞിരിക്കുന്നു, യേശുക്രിസ്തു നരകാവകാശിയായ മനുഷ്യനെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റാൻ ഇന്ന് യേശുക്രിസ്തു അധ്വാനിച്ചുകൊണ്ട് നിൽക്കുന്നു, ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായ പരമസത്യം അറിയിക്കുന്നതാണ് സുവിശേഷം. അതൊന്നും ചിന്താവിഷയമല്ല. പാവം മാറുന്നത് ചിന്താവിഷയമല്ല. ചിന്താവിഷയം എന്താ? നടുവിൻ്റെ വേദന മാറുക, കഴുത്തിൽ ഇരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ കൈ വെക്കാൻ പറ്റാത്തത് കൈ വെക്കാൻ സാധിക്കുക എന്നിങ്ങനെയുള്ളതായ ചില തന്ത്രങ്ങൾ കാണിച്ച് പാവപ്പെട്ടവൻ മയക്കുകയാണ് സാധുക്കൾ. എട്ടും പൊട്ടും തിരിയാത്ത സാധുക്കൾ, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ പാടില്ലാത്ത സാധുക്കളായ ആളുകൾ ഇവരുടെ കണിയിൽപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പല സുവിശേഷകന്മാരും സാത്താൻ്റെ പണിയാളുകളാണ്. ഞാൻ ഇത്രയും തുറന്നു പറയുന്നത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലാകുന്നതായിരിക്കട്ടെ. സുവിശേഷം സദ്വർത്തമാനം നരകത്തിൻ്റെ അവകാശിയായ മനുഷ്യനെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റുന്നതാണ് സുവിശേഷം. നരകത്തിലേക്ക് കൂപ്പുതി പോകുന്ന മനുഷ്യനെ നരകത്തിൽ നിന്ന് കോരിയെടുത്ത് വലിച്ചെടുത്ത് അവനെ സ്വർഗത്തിലാക്കുന്നതാണ് സുവിശേഷം. ഭൗമികമായ കാര്യങ്ങളിലേക്കല്ല, ഭൗമികമായ പ്രതാപങ്ങളിലേക്കല്ല, ആന്തരികമായ സംശുദ്ധിയിലേക്കും ആന്തരികമായ സ്വർഗീയ ഔന്നത്യങ്ങളിലേക്കും മനുഷ്യൻ നയിച്ചുകൊണ്ട് പോകുന്നതാണ് സുവിശേഷം. സുവിശേഷത്തിൻ്റെ മർമ്മമായ കാതലിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കാനാണ് കർത്താവ് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന, ആ വാക്ക് പാലിച്ചുകൊണ്ടിരിക്കുന്ന ശലോമി ക്രിസ്തു എന്ന് വിളിച്ചപ്പോൾ നിർഭാഗ്യവശാൽ അവൾക്ക് വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. ഒരു അബോധാവസ്ഥയിലായിരുന്നു, ഏതാണ്ട് പകുതി ബോധാവസ്ഥ. ഞാൻ ഉറങ്ങുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, ഉറങ്ങുകയാണ്, മയക്കമാണ്, ഉണർന്നിരിക്കുന്നു, വക ഉണർന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയൻ്റെ സ്വരം കേട്ടു. അപ്പോൾ ചില ചില ഒഴിവഴികൾക്ക് തോന്നി. എന്താണ്? എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, ഞാൻ എങ്ങനെയാണ് ഇനി വസ്ത്രം ധരിക്കുന്നത്? ഉറക്കറയിലേക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളെ ധരിച്ചിട്ടുള്ളൂ. തന്നെയല്ല, എൻ്റെ കാല് ഞാൻ കഴിയല്ലേ കയറിയത്, കട്ടിൽ കയറിയത്, ഇനി എങ്ങനെ വീണ്ടും മലിനമാക്കുന്നത്? അവൾ ചിന്തിക്കുകയാണ്. ചില കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും ആ പ്രിയൻ വാതിൽ ദ്വാരത്തിൽ കൂടി കൈനീട്ടി ഓരോ മനുഷ്യൻ്റെയും സ്നേഹത്തിലേക്ക് കടന്നു വരാൻ ക്രിസ്തു കൈഞ്ഞെരിഞ്ഞ് ശരീരം മുറിഞ്ഞ് ചോര ചിന്തി അവൻ നമ്മെ സമീപിക്കുകയാണ്. സ്തോത്രം. നമുക്ക് മനസ്സിലാകുന്നോ പ്രിയപ്പെട്ടവരെ? മനസ്സിലാകുന്നോ? ഓരോ മനുഷ്യനെയും വിടുവിക്കുവാൻ,
ഓരോ മനുഷ്യനെയും രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്നേഹാർദ്രമായ കരങ്ങൾ, നമ്മെ മെനഞ്ഞ കരങ്ങൾ നീട്ടി, ആ കരങ്ങൾ നീട്ടി നമ്മെ വിടിയിക്കുവാൻ അവിടുന്ന് ഞെരിഞ്ഞമർന്ന് വാതിൽപ്പടിയിൽ കൂടി എങ്ങനെയെങ്കിലും ഇവളെ ഉണർത്താൻ ശ്രമിക്കുകയാണ്. ആ കൈ ഞെരിയുന്നു, ആ കൈയിൽ നിന്ന് ചോര പൊടിയുന്നു, അവിടെ വാതിൽപ്പടിയില്ല, ചോര പൊടിയുന്നു. ഓരോരുത്തരുടെ അടുക്കൽ നിന്ന് കർത്താവ് കെഞ്ചുകയാണ്, എൻ്റെ പ്രിയേ, എൻ്റെ സഹോദരി, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക എന്നാണ് പറയുന്നത്. തുറക്ക്, നീ ഇനിയും അടഞ്ഞിരിക്കല്ലേ. അനേകർ ഹൃദയം അടച്ചു വെച്ചിരിക്കുകയാണ്, ഹൃദയം അടഞ്ഞിരിക്കുന്നു. ചിലർക്ക് ആകുലഭാരങ്ങൾ കൊണ്ട് അടഞ്ഞിരിക്കുന്നു, ചിലർക്ക് ചിലരോടുള്ള വൈരാഗ്യം കൊണ്ട് ഹൃദയം അടഞ്ഞിരിക്കുന്നു, ചിലർക്ക് ചില കാര്യങ്ങളിലുള്ളതായി പ്രതിപത്തി കൊണ്ട് ഹൃദയം അടഞ്ഞിരിക്കുന്നു. ഓരോ വിധത്തിൽ ഹൃദയം അടഞ്ഞിരിക്കുന്നു, വാതിൽ തുറക്കുന്നില്ല. കർത്താവ് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. കാരണം കൈ എരിയുന്നേ ഉള്ളൂ, കയ്യിൽ മുറിവ് വരുന്നേ ഉള്ളൂ, ചോര ഒഴുകുന്നേ ഉള്ളൂ. അവിടെ വാതിൽ തുറക്കുന്നില്ല. വാതിൽ തുറക്കണമെങ്കിൽ അകത്തുനിന്ന് എഴുതു മാറ്റണം, അകത്തുനിന്ന് എഴുതു മാറ്റണം. മനുഷ്യനെന്ന് അതിന് തടസ്സം നിൽക്കുകയാണ്, അവന് തുറക്കാൻ തോന്നുന്നില്ല. അവൻ താൽക്കാലികമായ പല കാര്യങ്ങളിലും അവൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് പ്രിയൻ്റെ സ്വരം കേൾക്കുന്നുണ്ടെങ്കിലും അതിന് വേണ്ടതുപോലെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഒരു മനുഷ്യനത് തുറക്കുന്നില്ല, കർത്താവിനകത്തേക്ക് കടക്കാൻ പറ്റുന്നുമില്ല. സ്തോത്രം. ഇതാണ് വെളിപ്പാട് 3-ാം വാക്യം പറയുന്നത്. വെളിപ്പാട് 20:3. ഞാൻ വാതിൽക്കൽ നിന്നൂട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഒരുമിച്ച് ഒരു വിരുന്ന് മേശയിലിരിക്കാനാണ് കർത്താവിനെ ക്ഷണിക്കുന്നത്. നാം വിചാരിക്കും കർത്താവിനായിട്ട് ഹൃദയം തുറന്നു കഴിഞ്ഞാൽ എന്തെല്ലാം അസൗകര്യങ്ങളാണ്, എന്തെല്ലാം അസൗകര്യങ്ങൾ. പണ്ടത്തെ പോലെ എനിക്ക് സ്വന്തപ്പെട്ടവരുടെ വീടുകളിൽ പോകാൻ പറ്റാതെ വരും. പണ്ടത്തെ പോലെ എനിക്ക് സന്തോഷമായി സൗകര്യമായി ഒരു സമാധാനമായി കഴിയാൻ പറ്റാതെ വരും. എപ്പോഴും ഇടുങ്ങിയ ചില ജയിലുകൾക്കുള്ളിൽ കിടക്കുന്നത് പോലെ എല്ലാം ദൈവമക്കൾ പറയുന്നതനുസരിക്കണം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം, വചനപ്രകാരം ജീവിക്കണം. എന്തൊരു കഷ്ടപ്പാട്. നാം വാതിൽ തുറക്കാൻ മടിക്കുന്നു. നമുക്ക് നമ്മുടേതായ ഒഴിവുകൾ നമുക്കുണ്ട്, ന്യായങ്ങളുണ്ട്, തുറക്കുന്നില്ല. അപ്പോഴാണ് കർത്താവ് വേദനയോടെ കൈ നീട്ടുന്നു, വേദനയോടെ. പക്ഷേ കൈ അകത്തേക്ക് ഇടാൻ പറ്റുന്നില്ല. ആ വാതിലിൻ്റെ ചെറിയ ദ്വാരത്തിൽ കൂടി കൈ നീട്ടിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു ബോധോദയം വന്നതുപോലെ ചാടി എഴുന്നേറ്റു. അയ്യോ, ഉറക്കം തെളിഞ്ഞു, ചാടി എഴുന്നേറ്റു. അവൾ തിന്നു. അവളുടെ കയ്യിൽ മൂറും അകിലും ലവംഗവും അതുപോലുള്ളതായ സൗന്ദര്യലേപനങ്ങളുണ്ട്. അതെല്ലാം അത് വാതിൽ തുറന്നപ്പോൾ ആ തഴുതുകുഴിയിന്മേൽ അതെല്ലാം പൊഴിഞ്ഞു. അതെല്ലാം ആ തഴുതുകുഴിയിന്മേൽ, ആ സാക്ഷിയിന്മേൽ കൊണ്ടു. അതവിടെ ആ സൗന്ദര്യം അവിടെ പതിഞ്ഞു. അവൾ തുറന്നു. ഇന്ന് സഭ ക്രിസ്തുവിന് വേണ്ടി തുറക്കാൻ മടിച്ചു നിൽക്കുകയാണ്. ഇന്ന സഭയെന്നില്ല, ഓരോ സഭയും സത്യം അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യർത്ഥമായതിന് പിന്നാലെ സഭകൾ ഓടുകയാണ്, വ്യർത്ഥമായതിന് പിന്നാലെ. ഒരു സഭയെയും ഇന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അതിനുള്ള അവകാശം എനിക്കില്ലല്ലോ. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, വ്യക്തമാണ്. ഇന്ന് ഹൃദയം തുറന്ന് ക്രിസ്തുവിനെ എതിരേൽക്കുന്ന ഒരു ന്യൂനപക്ഷമെങ്കിലും അവിടെ ഉണ്ട്. സ്തോത്രം. ക്രിസ്തുവിനായിട്ട് ഹൃദയം തുറക്കുന്ന ന്യൂനപക്ഷം കുറച്ച് പേരെങ്കിലും ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിതം തുറക്കാൻ മനസ്സുള്ളവരായിട്ട് നിൽക്കുന്നുണ്ട്. കർത്താവേ വരണമേ എന്ന് അപേക്ഷിക്കുന്ന കുറച്ച് പേരുണ്ട്. ഈ പാപിയുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് യാചിക്കുന്ന കുറേയേറെ ആളുകളുണ്ട്. ഒരു ന്യൂനപക്ഷമേ ഉള്ളൂ. അവർ ലോകത്തിൻ്റെ മാനം നോക്കുന്നില്ല, ആളുകൾ പരിഹസിക്കുന്നതൊന്നും നോക്കുന്നില്ല, ആളുകൾ തെറ്റിദ്ധാരണ വരുത്തുന്നുണ്ടോ നോക്കുന്നില്ല, ആളുകൾ എന്ന് ചിന്തിക്കുന്നത് നോക്കുന്നില്ല. അവരാകെ ഒന്നേ ഉള്ളൂ, എൻ്റെ യേശുവേ, നീ എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ, നിനക്ക് വേണ്ടി തുറക്കാൻ എനിക്ക് മനസ്സാണ്, ഞാനിതാ എൻ്റെ ഹൃദയം നിനക്ക് തുറക്കുന്നു. കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയം ഇതാ തുറന്നു തരുന്നു, നീ അകത്തേക്ക് വരണമേ. ഹൃദയം തുറന്ന് ക്രിസ്തുവിനെ വിളിക്കുന്നു. എന്നാൽ സഭ ചെയ്യുന്ന എന്താണ്? അതാണ് ഇവൾക്ക് പറ്റിയത്. ശലോമി ചെയ്തത് എന്താണ്? അവൾ വൈകിപ്പോയി, എഴുന്നേൽപ്പം വൈകിപ്പോയി. ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ന്യായങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മയക്കത്തിൽ എന്തെല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യായങ്ങളുണ്ട് അവൾക്ക്, തുറക്കാതിരിക്കാൻ ന്യായങ്ങളുണ്ട്. ഇന്ന് ഓരോരുത്തരുടെയും സ്ഥിതി. ന്യായങ്ങളൊക്കെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കാൻ പോകാൻ എൻ്റെ ഭർത്താവിനെ അനുവദിക്കുന്നില്ല, ന്യായമല്ലേ? എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല ഈ സുവിശേഷം, അവൾക്ക് ഇഷ്ടമല്ല, ന്യായമാണ്. എൻ്റെ മക്കൾ നാനാഭിമാനം നടക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കാരണം യോഗത്തിനൊക്കെ വന്ന് വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യും? എൻ്റെ മക്കൾ എനിക്കെതിരാണ്. ദൈവത്തിന് സ്തോത്രം. ന്യായങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. ഇന്ന് കടത്തിൽ ഞാൻ മുങ്ങി വലയുന്നു, എങ്ങനെ കൂട്ടായ്മ പോയി എന്നുള്ളത് എന്താ പ്രയോജനം? ആളുകൾ എന്നെ നോക്കി പരിഹസിക്കുകയല്ലേ ഉള്ളൂ. ഞാൻ കൂട്ടായ്മയ്ക്ക് പോകുന്നില്ല, കടമാണ് എനിക്ക്, ന്യായമാണ്. ഓരോരുത്തർക്കും ഉണ്ട് അവരുടേതായ ന്യായീകരണങ്ങൾ, സ്വന്തം സെൽഫ് ജസ്റ്റിഫിക്കേഷൻസ്, സ്വന്തം ന്യായീകരണങ്ങളുണ്ട്. സ്തോത്രം. എന്നാൽ ന്യായീകരണങ്ങളെല്ലാം താഴെ വയ്ക്കൂ. എല്ലാ ന്യായീകരണങ്ങളും താഴെ വെച്ചിട്ട്
എഴുന്നേൽക്ക്, ചെന്ന് വാതിൽ തുറക്ക്, ഒട്ടും വൈകല്ലേ. എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കുകയില്ല. എന്നും കൃപായുഗമല്ല, എന്നും കൃപാസനത്തിൽ നിന്ന് നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയില്ല, എന്നും പെട്ടകം തുറന്നു വയ്ക്കുകയില്ല. പെട്ടകത്തിൽ വാതിലടയ്ക്കുന്നൊരു സമയമുണ്ട്. ഈ കൃപയുടെ യുഗം തീരുന്നൊരു സമയമുണ്ട്. ഇന്ന് ക്രിസ്തു കൃപാസനത്തിലിരിക്കുകയാണെന്നാൽ ന്യായാസനത്തിലേക്ക് മാറുന്നൊരു സമയമുണ്ട്. ഇന്ന് കൃപാസനത്തിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ സ്വീകരിക്കും. അവൻ ന്യായാസനത്തിലേക്ക് പോയാലോ പിന്നെ കൃപയില്ല, പിന്നെ രക്ഷയില്ല, പിന്നെ ശിക്ഷാവിധിയുള്ളൂ. ന്യായാസനത്തിൽ ഇന്ന് ശിക്ഷ വിധിക്കും. പ്രിയപ്പെട്ടവരെ, കാര്യം ഗൗരവമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോൾ തന്നെ രക്ഷാദിവസം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം വഴി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഈ സമയം കളയരുത്, ഒരു മിനിറ്റ് പോലും കളയരുത്, ഒരു സെക്കൻഡ് പോലും കളയരുത്. അതിവേഗം ചാടി എഴുന്നേൽക്കണം. നമുക്ക് ഈ തറ്റി നിൽക്കാൻ നേരമില്ല. ഇപ്പോൾ മുട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്നേഹനിധി മാറിപ്പോകുന്ന എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് ഹൃദയവാതിൽ മുട്ടുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ മധുരസ്വരം മാറിപ്പോകുന്ന എപ്പോഴും അറിഞ്ഞുകൂടാ. ഇന്ന് ഏവനെയും ആകർഷിക്കുന്നതായി, ഏവനെയും വിളിച്ചുകൊണ്ടിരിക്കുന്നതായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വരം അത് വറ്റിപ്പോകുന്ന എപ്പോഴും അറിയുന്നില്ല. ഇതാ പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആർക്കും കടന്നു വരാം. പ്രളയത്തിൽ നശിക്കേണ്ട ആവശ്യമില്ല. ആർക്കും കടന്നു വരാം. പുള്ളിപ്പിലിക്കും കടന്നു വരാം, സിംഹത്തിനും കടന്നു വരാം, പേടവാനും കടന്നു വരാം, ആട്ടിൻകുട്ടിക്കും കടന്നു വരാം. പെട്ടകത്തിൻ്റെ പുറത്ത് ഇവ തമ്മിൽ വഴക്കാണ്. പുള്ളിപ്പുലി ആടിനെ കണ്ടാൽ കടിച്ചു കീറും, ചെന്നായി ആടിനെ കണ്ടാൽ കടിച്ചു കീറും. പുറത്ത് പെട്ടകത്തിൻ്റെ പുറത്താണെങ്കിൽ വഴക്കാണ്. സിംഹത്തിന് മുമ്പിൽ എല്ലാ മൃഗങ്ങളും തൊഴുകയോടെ നിൽക്കും. മൃഗങ്ങളെ അടിച്ചു കൊല്ലാൻ സിംഹത്തിന് യാതൊരു പ്രയാസവുമില്ല. പുറത്ത് പെട്ടകത്തിന് പുറത്ത് ഇതെല്ലാം പരസ്പരം വൈരാഗ്യമുള്ളവരാണ്. അകത്ത് കയറിയാലോ, പെട്ടകത്ത് കയറിയാൽ നല്ല സ്നേഹം. ആട്ടിൻകുട്ടിയും ചെന്നായി ഒരുമിച്ച് മേയുന്നു. എന്തൊരു ഭാഗ്യം! പുള്ളിപ്പുലിയും പേടവാനും ഒരുമിച്ച് മേയുന്നു. ഭാഗ്യം. അവിടെ ഒന്നാണ്. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ നാം എല്ലാം ഒന്നാണ്. അവിടെ സഭാഭേദമില്ല, അവിടെ സമുദായ വ്യത്യാസമില്ല, അവിടെ മതഭേദം പോലുമില്ല. ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ്. അവിടെ യാതൊരു കക്ഷി വൈരാഗ്യങ്ങളുമില്ല, കക്ഷി സ്പർദ്ധയില്ല. ഇപ്പോൾ സുപ്രസാദകാലമാണ്, ഇപ്പോൾ രക്ഷാദിവസമാണ്. വേണമെങ്കിൽ രക്ഷപ്പെടാം. വാതിൽ തുറക്കൂ, വാതിൽ അതിവേഗം തുറക്കൂ. സ്തോത്രം. ഹൃദയം തുറന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കൂ. ഹൃദയം തുറന്ന് ക്രിസ്തുവിനെ കൈക്കൊള്ളൂ. ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് എതിരേൽക്കൂ. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ എതിരേറ്റുകൊണ്ട് കർത്താവേ കടന്നു വരണമേ എന്ന് പറയൂ. യേശുവേ, ഈ നീചഭാവിയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ. ഇത്രയും കാലം വെളിവില്ലാതുപോലെ ഞാൻ ജീവിച്ചു. ഇത്രയും കാലം പാപത്തിൽ ഞാൻ ജീവിച്ചു. ഇത്രയും കാലം സുബോധമില്ലാത്തതിനെ പോലെ ഞാൻ ജീവിച്ചു. ഇത്രയും കാലം ഒന്നും ഗ്രഹിക്കാത്തതിനെ പോലെ ഞാൻ ജീവിച്ചു. നാഥ, എന്നാൽ ഇന്ന് ഞാൻ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. എൻ്റെ ഹൃദയം നിനക്ക് തുറന്നു തരുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ കർത്താവേ. ക്ഷണിക്കൂ നിങ്ങൾ. അവൻ്റെ തൃപ്പാദം നിങ്ങൾ ചുംബിച്ചു കൊള്ളുക. നാഥ, ഇത്രയും കാലം പാഴായി പോയില്ലേ? പോയി കർത്താവേ, പോയി. നഷ്ടങ്ങൾ സംഭവിച്ചു പോയി, പല കഷ്ടങ്ങളും വന്നുപോയി. എന്നാൽ ഇന്നിതാ എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തുറക്കുന്നു. അവൾ തുറന്നു എങ്കിലും പ്രിയൻ പൊയ്ക്കളഞ്ഞിരുന്നു. കഷ്ടം, പ്രിയൻ പൊയ്ക്കളഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൾ സങ്കടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും നിരാശപ്പെടേണ്ടി വരരുത്. നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാൻ വൈകിപ്പോകരുത്. ഇനി താമസിച്ചു പോകരുത്. നാളെ കിട്ടുമെന്ന് ആരറിഞ്ഞു? ഈ സുവർണ്ണകാലം നാളെ കിട്ടുമെന്ന് ആരറിഞ്ഞു? ഇതുപോലെ ഹൃദയം തുറന്നു കൊടുക്കാൻ കിട്ടുന്ന അവസരം ഉണ്ടോ എന്ന് ആരറിഞ്ഞു? ഇതുപോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്നതായി ശുശ്രൂഷകൾ കിട്ടുമെന്ന് ആരറിഞ്ഞു? പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ജീവനുള്ള ക്രിസ്തുവാണ് നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. രക്ഷകനായ ക്രിസ്തുവാണ് നിങ്ങളെ വിളിക്കുന്നത്. ക്രിസ്തുവാണ് നിങ്ങളുടെ അരികത്ത് വന്ന് ഹൃദയത്തിൽ മുട്ടുന്നത്. മോനെ, ഈ ലോകത്തിലെ മായ കാഴ്ചകളിലേക്ക് നീ പോകാതെ, മായാജാലങ്ങളിലേക്ക് തിരിയാതെ, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോകാതെ, ലോകത്തിൻ്റെ വശീകരണങ്ങളിലേക്ക് പോകാതെ നീ എൻ്റെ സാക്ഷിയാകൂ എന്നാണ് കർത്താവ് പറയുന്നത്. നീ എൻ്റെ സാക്ഷിയാകൂ. നീ എനിക്ക് വേണ്ടി തലമുറയിൽ നിൽക്കൂ. എന്നെ സ്നേഹിച്ചും എന്നെ ആരാധിച്ച് നീ പുതിയ മനുഷ്യനായി ജീവിക്കൂ. എന്നെക്കൊണ്ട് നിനക്ക് വൻ കാര്യങ്ങൾ നേടാനുണ്ട്. നീ അത് വിശ്വസിച്ച് എന്നെ നീ സ്വീകരിക്കൂ. നിൻ്റെ നിസ്സാരാവസ്ഥയിൽ, നിൻ്റെ ദയനീയാവസ്ഥയിൽ, നിൻ്റെ വിഷമാവസ്ഥയിൽ നിന്നെ കണ്ട് നിന്നെ പൊക്കിയെടുക്കുവാൻ, ഉയർത്തിയെടുക്കുവാൻ, ഉദ്ധരിക്കുവാൻ വന്നിരിക്കുന്ന രക്ഷകനെ നീ കാണൂ. നിന്നെ രക്ഷകനെ നീ മനസ്സിലാക്കൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കുഞ്ഞേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മോളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ പറയും, എനിക്ക് കഷ്ടത വന്നെന്താണ്, കർത്താവിനെ സ്നേഹിക്കുന്നില്ല ഇരിയല്ലായിരിക്കും എന്ന് നിങ്ങൾ പറയുന്നു. അല്ല കുഞ്ഞേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കഷ്ടതകൾ വന്നത് അതും നന്മയ്ക്കാക്കി മാറ്റാൻ യേശുവിന് കഴിയും. നിങ്ങൾക്കൊന്ന് തോൽവികൾ നന്മയ്ക്കാക്കി മാറ്റാൻ യേശുവിന് കഴിയും. നിങ്ങൾക്കൊന്ന കഷ്ടനഷ്ടങ്ങൾ അത് നന്മയ്ക്കാക്കി തീർക്കാൻ യേശു ക്രിസ്തുവിന് കഴിയും. നഷ്ടങ്ങൾ വന്നു, കഷ്ടങ്ങൾ വന്നു, പരാജയങ്ങൾ വന്നു, പലതരത്തിലുള്ള കെടുതികൾ വന്നു. എല്ലാം നന്മയ്ക്കാക്കി കർത്താവ് മാറ്റിത്തരും. എല്ലാം വിശ്വസിക്കൂ നിങ്ങൾ യേശുവിനെ. നിങ്ങൾ വിശ്വസിച്ച യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിന് നിങ്ങളൊരു വാക്ക് പറയും, കർത്താവേ, ഇത്രയും കാലം ഞാൻ പാഴാക്കി കളഞ്ഞു എൻ്റെ ജീവിതം, നഷ്ടപ്പെടുത്തി കളഞ്ഞു എൻ്റെ ജീവിതം താറുമാറായി കളഞ്ഞു. കർത്താവേ, എനിക്കിപ്പോൾ സങ്കടമുണ്ട്. നഷ്ടപ്പെടുത്തിയ കാലങ്ങളോട് ഞാൻ സങ്കടപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ തിരുമുമ്പാകെ ഞാൻ വരികയാണ്. എൻ്റെ അരികത്ത് വന്നിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി ഞാൻ എൻ്റെ വാതിൽ തുറക്കുകയാണ്. നാഥാ, നീ പോകല്ലേ, നീ എന്നെ വിട്ടുപോകല്ലേ.
എന്നെ പിരിഞ്ഞു പോകല്ലേ, എന്നെ മാറി കടന്നു പോകല്ലേ, പോകല്ലേ നീ എന്നെ, എൻ്റെ കർത്താവേ നീ പോകല്ലേ, എൻ്റെ അരികത്തുനിന്ന് നിൽക്കണേ കർത്താവേ, ഞാനിതാ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, നാഥാ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. വിളിക്കൂ നിങ്ങൾ യേശുവിനെ, ക്ഷണിക്കൂ നിങ്ങൾ യേശുവിനെ, നിങ്ങൾ പറയൂ യേശുവിനോട്, യേശുവേ ഞാൻ ഇന്നു മുതൽ നിൻ്റെ വകയായി ജീവിക്കും, നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം ഞാൻ തുറക്കും, നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കും, എൻ്റെ ഹൃദയത്തിൽ നീ വാഴുന്ന ആ ഭാഗ്യാനുഭവം എനിക്ക് തരണം, അതില്ലാതെ എന്നെ പറഞ്ഞുവിടല്ലേ കർത്താവേ. യേശുവേ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഞാൻ തരികയാണ്, എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നാഥാ നിൻ്റെ അരിമകരം എന്നെ തൊട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ആ കരമാണ് എന്നെ ഹൃദയം തുറക്കാൻ നീ ബന്ധപ്പെടുന്നത് എനിക്ക് മനസ്സിലായി, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാൻ നീ കഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിൻ്റെ കൈ മുറിവേറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. നിൻ്റെ കൈ മുറിവേൽക്കാൻ കാരണം ഞാനാണ് ഉത്തരവാദി എന്ന് നീ മനസ്സിലായി. ഞാൻ എഴുന്നേൽക്കാൻ വൈകിയതുകൊണ്ടാണ് എൻ്റെ കൈ മുറിവേറ്റെന്ന് എനിക്ക് മനസ്സിലായി. യേശുവേ ഇപ്പോൾ ഞാനിതാ ആ മുറിവേറ്റ കരങ്ങളിലേക്ക് ഈ നിസ്സാര ജീവിതം ഞാൻ താഴ്ത്തി വയ്ക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഞാൻ അടിയറ വയ്ക്കുന്നു കർത്താവേ, സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പറയാമോ നിങ്ങൾക്ക്? യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കാമോ നിങ്ങൾക്ക്? യേശു അരികത്ത് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു അരികത്ത് നിങ്ങൾ വിളിക്കുകയാണ്, മോനെ നീ ഇനിയും വൈകല്ലേ എന്ന് കർത്താവ് പറയുന്നു. മോളെ ഇനിയും വൈകല്ലേ, താമസിച്ചാൽ ചിലപ്പോൾ നിനക്ക് കുറ്റം വരും, താമസിച്ചാൽ ചിലപ്പോൾ നിനക്ക് അപകടം വരും, താമസിച്ചാൽ നിനക്ക് അകത്ത് പ്രവേശിക്കാൻ പറ്റാതെ വരും. നീ ഒട്ടും വൈകല്ലേ, കടന്നു വരൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങൾ വിളിക്കുന്നു, പ്രവേശിക്കാം. ആ തുറന്ന വിലാവിൽ കൂടി, തുറന്ന ഹൃദയത്തിൽ കൂടി ഇതാ യേശുവിൻ്റെ സ്നേഹം ഒഴുകുന്നു, യേശുവിൻ്റെ സ്നേഹം ചോരയും നീരും ഒഴുകുന്നു. നമുക്ക് പറയാം, കർത്താവേ എനിക്ക് വേണ്ടി തുറന്ന് തിരുവിലാവ്, എന്നെ സ്വീകരിക്കാൻ വേണ്ടി തുറന്നതായി തിരുവിലാവ്, ഞാൻ തിരുവിലാവിൽ മൊത്തട്ടെ. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ അരികത്ത് യേശു നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞ അതേ ക്രിസ്തുവിൻ്റെ ശബ്ദം തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നത്. മാർത്തയെ മാർത്തയെ നീ വലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനങ്കലങ്കിരിക്കുന്നു പറഞ്ഞ അതേ ശബ്ദം തന്നെയാണ് നീ കേൾക്കുന്നത്. ശിമോനെ ശിമോനെ സാത്താൻ നിന്നെ കോതമ്പ് പോലെ വാരിയാണെന്ന് അനുവാദം ചോദിച്ചെന്ന് പറഞ്ഞ അതേ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ച അതേ സ്വരം തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നത്. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ച അതേ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് വിളിച്ച അതേ സ്വരം തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നത്. യേശുവിൻ്റെ അരികത്ത് വന്നിരിക്കുകയാണ്. ഓരോരുത്തരുടെ അരികത്തോട് യേശു നടക്കുകയാണ്. സമയം കളയല്ലേ, സമയം നഷ്ടപ്പെടുത്തല്ലേ, ഇപ്പോൾ തന്നെ ഹൃദയം തുറക്കുകയും യേശുവിനോട് വാക്ക് പറയുകയും, യേശുവേ ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി, എൻ്റെ യേശുവേ നിനക്കായി ഞാനിതാ എൻ്റെ ഹൃദയം തുറക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നീ ആർക്കും പ്രവേശനമില്ല. യേശുവിനായി ഹൃദയം തുറക്കുന്നു, യേശുവിന് വേണ്ടി മാത്രം ഹൃദയം തുറക്കുന്നു. പൈസ നീ ഇടം കൊടുക്കുകയില്ല. കർത്താവേ നീ എന്നെ സ്വീകരിക്കണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ, ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ, പുതിയ തീരുമാനമെടുക്കൂ. യേശുവിനോട് വാക്ക് പറയൂ, യേശുവേ ഇന്നു മുതൽ നാഥ ഞാൻ നിൻ്റെ വക, ഞാൻ നിൻ്റെ സ്വന്തം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങളെല്ലാം തരുന്നതിനായി സ്തോത്രം. ആളാമൃതി ഞങ്ങളെ കാണുന്നതിനായി സ്തോത്രം. രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെല്ലാം ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരമോന്നത നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.